നല്ല ഭംഗിയുള്ള ഒതുങ്ങിയൊരു ഫ്ലാറ്റായിരുന്നു. ഞങ്ങൾ ചെന്ന് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വലിച്ചിട്ടിട്ടുള്ള ഒരു അലങ്കോലം മാത്രമേ ഉള്ളൂ. എറണാകുളത്ത് കാക്കനാടാണ് നമ്മളുടെ ഇന്നത്തെ ബ്രൈഡിൻ്റെ ഫ്ലാറ്റ്. ഒരു ചെറിയൊരു 2 ബെഡ്റൂം ഫ്ലാറ്റ്, നല്ല ഒതുങ്ങി, ഇതേപോലെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു കിച്ചൺ. കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി ഫ്ലാറ്റിൻ്റെ ഡിസൈനും അതേപോലെ തന്നെ ഇൻറ്റീരിയറും. ഇത് കിച്ചൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. സൈഡിലായിട്ട് നിന്ന് തിരക്ക് പിടിച്ച് അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ ബ്രൈഡ്. ബ്രൈഡിന് എന്താണ് മേക്കപ്പിന് മുന്നേ ഇത്ര തിരക്ക് പിടിച്ച പണിയെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതിന് കാരണമുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രൈഡ് സഫ്ന. സഫ്നയ്ക്ക് എന്തായിരുന്നു ഇത്ര തിരക്ക് എന്നല്ലേ? സഫ്നയുടെ മക്കളുടെ ഡ്രസ്സൊക്കെ റെഡിയാക്കി വെക്കുന്ന തിരക്കിലായിരുന്നു മൂപ്പര്. സഫ്നയ്ക്ക് 4 മക്കളാണ്. സഫ്നയുടെ 2 മക്കളും അതേപോലെ വുഡ്ബിയുടെ 2 മക്കളും, എല്ലാവരും കൂടെ 4 മക്കളുള്ളൊരു ഫ്ലാറ്റാണിത്. തലേ ദിവസം രാത്രി ചെറിയൊരു മൈലാഞ്ചി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് ലേറ്റായി സഫ്നൊക്കെ എടുക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ ഏർലി മോർണിംഗിൽ അങ്ങോട്ട് ചെല്ലുകയും ചെയ്തു. അപ്പോൾ മേക്കപ്പിൻ്റെ ഇടയിൽ കണ്ണടച്ച് സുഖമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഒരു 6 o'clock ഒക്കെ ആയപ്പോൾ ഞങ്ങൾ മക്കളെ എണീപ്പിച്ചോളാൻ പറഞ്ഞു. കാരണം 3 ഗേൾസും ഒരു ബോയാണുള്ളത്. ഈ 3 ഗേൾസിനും കൂടെ മേക്കപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ സഫ്ന പോയി ആദ്യത്തെ 2 പെൺകുട്ടികൾ അവരുടെ കാര്യമൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. ചെറിയ ആളെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് ഒന്ന് സ്പീഡാവുള്ളൂ. 3 ആൾക്കും ഒരേപോലത്തെ ഒരു ഗൗണാണ് സഫ്ന എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ബ്രൈഡിൻ്റെ മേക്കപ്പ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മക്കൾക്കും കൂടെയും ഒരു മേക്കപ്പ് വേണം എന്നുള്ളത് ഞങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര നേരത്തോടെ മക്കളെയും കൂടെ. സാധാരണ ഞങ്ങൾ സെക്കൻഡ് മാരേജിൻ്റെ മേക്കപ്പിന് പോകുമ്പോൾ സമയം പോകുന്നത് തന്നെ അറിയില്ല. കാരണം കഥകൾ ഒരുപാടുണ്ടാവുമല്ലോ പറയാനായിട്ട്. ആ കഥകളൊന്നും ഞാനിവിടെ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ മാറ്റേഴ്സ് അല്ലേ. പക്ഷേ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ ബ്രൈഡ്സിനായിട്ടും ഞങ്ങൾക്ക് മെൻ്റലി ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ കഥകളും ഞങ്ങളോട് പറയും. അതൊരു സങ്കടം പറച്ചിലോ പരാതി പറച്ചിലോ ഒന്നുമല്ല. ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇനി ഒരിക്കലും കണ്ടില്ല എന്ന് തന്നെ വരാം. എന്നാലും അവരുടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പറയാറുണ്ട്. അത് മെൻ്റലി ഒരു അടുപ്പം തോന്നുന്നത് കൊണ്ടായിരിക്കണം അല്ലേ. ഞങ്ങൾക്ക് അതൊക്കെ കേട്ട് നിൽക്കാനും. മേക്കപ്പിൻ്റെ ഇടയിൽ കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ ആ ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഉള്ള സൗകര്യത്തിൽ കുറച്ച് ചെടിയും വേപ്പിൻ്റെ തൈയും ഒക്കെ വെച്ച് വളർത്തിയിട്ടുണ്ടായിരുന്നു. സഫ്നയുടെ ഉമ്മയും ഉപ്പയും ഉണ്ടായിരുന്നു ആ ടൈമിൽ അവിടെ. നേരം വെളുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. നല്ലൊരു ഫ്ലൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഒന്ന് ഓണായി വരുന്നുണ്ട്. എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ കണ്ട കാഴ്ച കണ്ടിട്ട് കുറച്ച് എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. പെൺകുട്ടികളല്ലേ, ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സും പിന്നെ ഇതുവരെ കാണാത്ത മക്കൾക്ക് 3 ആളുടെയും ഫേസ് മേക്കപ്പും ഹെയർ സ്റ്റൈലുമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ. 4 മക്കളിലുള്ള ഒരു ബോയ് ഇതിലില്ല കേട്ടോ. ബോയ് വുഡ്ബിയുടെ വീട്ടിലായിരുന്നു തലേദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് മോനെ കാണാനും പറ്റിയില്ല, അതുകൊണ്ട് മേക്കപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്നേഹമുള്ള ഉമ്മയുപ്പയായിരുന്നു അവിടെ. ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാനും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനും ഒക്കെ ഇഷ്ടമുള്ളൊരു ഉമ്മയുപ്പയും. പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ പരിചയക്കാരാണ് കേട്ടോ. അതങ്ങനെയാണല്ലോ, നമ്മൾ ആരെ കണ്ടാലും കുറച്ച് നേരം സംസാരിച്ചിരുന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു അടുപ്പവും റിലേഷനും ബന്ധങ്ങളും അറിവും ഒക്കെ ഉണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാവരും മനുഷ്യന്മാരല്ലേ അല്ലേ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഞങ്ങൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നു, ഫേസായിട്ടും ഹെയറായിട്ടും എല്ലാം. പെൺകുട്ടികൾക്ക് പിന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ. നല്ല ക്ഷമയിലാണ്. ഒരുപാട് കളർഫുള്ളൊന്നുമല്ല ഗൗൺ, പക്ഷെ അത്യാവശ്യം ഹെവിയാണ് 3 പേരുടെയും ഗൗൺ. കൂട്ടത്തിൽ മൂത്ത ആളാണിത്. ആളിങ്ങനെ വാതോരാതെ സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. മേക്കപ്പിനെ കുറിച്ച് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെയും ലുക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഇതാണ് സഫ്നയുടെ ഫിനിഷ്ഡ് ലുക്ക്. ലെഹങ്ക ആയിരുന്നു ഔട്ട്ഫിറ്റ്. അതിന് മാച്ചാവുന്ന രീതിയിലുള്ള ജ്വല്ലറിയും ആൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഔട്ട്ഫിറ്റായിരുന്നു ഇത്. നെറ്റിലാണ് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നെറ്റ് ഇപ്പോൾ ഔട്ടായോ എന്ന് ചോദിച്ചാൽ ഔട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും അതിലുള്ള ഒരു വർക്കൊക്കെ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കളറും നല്ല കളറാണ്. അപ്പോൾ ഉമ്മയുടെയും മക്കളുടെയും മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഒരുമിച്ചുള്ളൊരു ചെറിയൊരു ഷൂട്ടാണ്. എല്ലാവർക്കും കൂടെ മേക്കപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഫിനിഷ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഷൂട്ടിന് ഞങ്ങൾക്ക് ഒരുപാട് ടൈമൊന്നും കിട്ടിയില്ല. മക്കൾക്ക് എല്ലാവർക്കും ചെറിയൊരു ക്രൗണൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു സഫ്ന. അതായത് ഔട്ട്ഫിറ്റിന് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു. ഒരുപാട് ജ്വല്ലറിയൊന്നുമില്ല. ആ ഒരു ഔട്ട്ഫിറ്റിന് മാച്ച് ആവുന്ന ഒരു ഹെവി നെക്ലസും പിന്നെ അതിൻ്റെ ചുട്ടി കമ്മൽ പിന്നെ ഹിജാബ് ആയതുകൊണ്ട് പുറത്തേക്ക് കാണില്ല. പിന്നെ ഔട്ട്ഫിറ്റിൻ്റെ മാച്ച് ആവുന്നൊരു അത് വേറെ ഒന്നുമല്ല, ഞാൻ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ വന്ന് കയറിയതാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഔട്ട്ഫിറ്റിന് മാച്ച് ആവുന്ന രീതിയിൽ കുറച്ച് ബാംഗിൾസും. ശുഭം കഴിഞ്ഞു. എല്ലാ ബ്രൈഡ്സിൻ്റെ പോലെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങിയാൽ പോരാ, സഫ്നക്ക് വീട്ടിലെ കാര്യങ്ങളും നോക്കണം. മേക്കപ്പ് ഫിനിഷ് ആവുന്ന സമയത്തേക്ക് എന്നെ ഉപ്പ കുറച്ച് മസാല ദോശയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള മസാല ദോശയായിരുന്നു. അധികം സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കിച്ചണിൽ നിന്ന് തന്നെയാണ് സംഭവം അകത്താക്കിയത്. ചെറിയ മക്കളല്ലേ, ഒറ്റയ്ക്ക് അങ്ങനെ കഴിക്കണം എന്നില്ല. അപ്പോൾ സഫ്നക്കാണെങ്കിലും ബ്രൈഡല്ലേ,
അങ്ങനെ പറ്റണമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഉമ്മയാണ് മക്കൾക്ക് വാരി കൊടുത്തത്. അപ്പോൾ എല്ലാം സന്തോഷമായിട്ട് കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിൽ ഞങ്ങൾ പറക്കാട് ജ്വല്ലേഴ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പുതിയ ജ്വല്ലറിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾക്ക് ജ്വല്ലറിയും ഡ്രസ്സൊക്കെ കണ്ടാവുന്ന തൊട്ടും പിടിച്ചൊക്കെ നോക്കണമല്ലേ, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ ഉമ്മ ഇപ്പോൾ നോക്കുന്നത് വാങ്ങാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. ശരിക്കും ഹിപ്പ് ചെയിൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ചില സംഭവങ്ങൾ മാലയായിട്ടും ഹിപ്പ് ചെയിനായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി നടക്കുമല്ലോ സംഭവം. അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഒരുപാട് നോക്കിയതിന് ശേഷം ഈ ഒരു ഹിപ്പ് ചെയിനാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. സംഭവം മാലയാക്കി ഇടാൻ പറ്റില്ല, കുറച്ച് ഹെവിയാണ്, എന്നാലും നല്ലൊരു ഹിപ്പ് ചെയിൻ ആയിരുന്നു. 18 ക്യാരറ്റിൻ്റെ ഗോൾഡ് കവറിങ് ഉള്ള ഹിപ്പ് ചെയിനാണിത്. ടബിൾ കളക്ഷനിലാണ് വരുന്നത്. അതിൽ തന്നെ ഒരു ജുംക്കയും കൂടെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലർ ജുംക്ക എന്ന് പറയും, ചിലർ ജിമിക്കി എന്ന് പറയും അല്ലേ, ഏതാണാവോ ശരി അറിയില്ല. ഞങ്ങളും ചിലപ്പോൾ ജുംക്ക എന്ന് പറയും, ചിലപ്പോൾ ജിമിക്കി എന്ന് പറയും. അപ്പോൾ ഇതാണ് സംഭവം. നല്ല ഇഷ്ടപ്പെട്ടു. ആൻറ്റി കളക്ഷനാണ്. ഹിന്ദു ബ്രൈഡ്സിന് പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഡിസൈനാണ്. വാങ്ങിക്കൊണ്ടുവന്ന് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ സംഭവം രണ്ടും ഞങ്ങൾക്ക് റെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. പറക്കാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ഐറ്റംസ് കാണാൻ പറ്റും. ഇതേപോലെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന കുറേ പീസുകൾ. ഒന്നും വാങ്ങിയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കി. നല്ല രസമാണല്ലോ കാണാനായിട്ട്. ഓരോ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഇതേപോലത്തെ ഓർമ്മകളുണ്ടാവും. ചിലപ്പോൾ ചില സ്ഥലത്തേക്ക് പോകണതായിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഷോപ്പിംഗ് ആയിരിക്കാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ സന്തോഷങ്ങളൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.